സി ജോർജിന്റെ പാലായിലെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശങ്ങളില്ലെന്ന് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ. ഏതെങ്കിലും മതത്തെപ്പറ്റിയുള്ള പരാമർശമുണ്ടായിട്ടില്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം വെടക്ക് എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ ആരും ശ്രമിക്കേണ്ട. ലഹരി ഉൾപ്പെടെയുള്ള വിഷയത്തിലെ സാധാരണക്കാരന്റെ വികാരമാണ് PCയുടേതെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ, PC ജോർജിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരള പോലീസ്. അതുപോലെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അദ്ദേഹത്തിനെതിരെ ഈ ലവ് ജിഹാദിന്റെ പരാമർശത്തിലാണ് ഒരു പരാതി തൊടുപുഴ പോലീസിൽ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ ഘട്ടത്തിൽ PCക്ക് വലിയ പിന്തുണയുമായി KCBC രംഗത്ത് വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും PC ജോർജിന്റെ പരാമർശത്തെ വിവാദമാക്കുന്ന അത്തരത്തിൽ വിവാദമാക്കാൻ ശ്രമിക്കുന്ന വീണ്ടും നിയമക്കുരുക്കിലേക്ക് PCയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. PC ജോർജിനെ പിന്തുണച്ചുകൊണ്ട് KCBC മദ്യവിരുദ്ധ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. PC ജോർജ് നടത്തിയതിൽ യാതൊരു വിധത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളുമില്ല. ഏതെങ്കിലും ഒരു മതത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. ലവ് ജിഹാദ് എന്ന സംഭവത്തെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതാണെങ്കിൽ പോലും ലഹരി കേരളത്തിൽ പിടിമുറുക്കുന്ന ലഹരി മാഫിയയെക്കുറിച്ച്, ലഹരി കേസുകളെക്കുറിച്ച് ഒരു സാധാരണക്കാരൻ്റെ ആശങ്കകളാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ, മതമാറ്റ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം വിമർശിച്ചത് എന്നാണ് ഇപ്പോൾ KCBC വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും PC ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ KCBC വ്യക്തമാക്കിയിട്ടുള്ളത്. KCBC ഈ വിഷയത്തിൽ പറയുന്നു, ഈ പ്രസംഗം KCBCയുടെ നേതൃത്വത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ സമ്മേളനം സംഘടിപ്പിച്ചത്. അതിൽ തന്നെ യാതൊരു വിധത്തിലും ഒരു മതവിദ്വേഷം പ്രകടിപ്പിക്കുന്നോ അല്ലെങ്കിൽ ഒരു അപരമത വിദ്വേഷം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഈ രീതിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. KCBC സംസ്ഥാന മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രസാദ് കുരുവിള, പാലായിൽ ഈ മദ്യലഹരിക്കെതിരെ നടന്ന ഒരു പരിപാടിയിലാണ് PC ജോർജ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന, ഈ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന സമകാലീന വിഷയങ്ങളിലാണ് അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് സംസാരിച്ചത്. മദ്യലഹരിയും അതുപോലെ ലവ് ജിഹാദിന്റെ വിഷയങ്ങളും എടുത്തിട്ടു. അപ്പോൾ ലവ് ജിഹാദ് എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മള് ഞായറാഴ്ച അഭിനന്ദനായ പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത മീറ്റിംഗ് ഈ നമ്മുടെ പൊതുസമൂഹം നേടുന്ന മാരക രാസലഹരിയുടെ ഭീകരതയെ നേടാൻ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മുടെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന രൂപതയുടെ സ്കൂളുകളിലെ PTA പ്രസിഡന്റുമാർ, ഹെഡ് മാസ്റ്റർമാർ, പ്രിൻസിപ്പൽമാർ, ഒപ്പം തന്നെ ഈ 3 ജില്ലകളിലായിട്ടുള്ള MP മാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പൽ അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ എല്ലാം ഉൾപ്പെടുന്ന 400ഓളം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മൾ വിളിച്ചു ചേർത്തിരുന്നത്. ഒപ്പം XMLA മാർ, MP മാർ ഉൾപ്പെടെ. അവിടെ എല്ലാവരും ഇതിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുകയുണ്ടായി. അപ്പം എല്ലാവരും പറയുന്നത് തന്നെ ഇന്ന വ്യക്തി പറയണമെന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. നമ്മൾ പരിഹാര നിർദ്ദേശങ്ങളാണ് വ്യക്തമായിട്ടും ആളുകളോട് പറഞ്ഞിരുന്നത്. PC ജോർജിന്റെ ഭാഗത്തു നിന്ന് ഒരു മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയെന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. കാരണം ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എന്നൊക്കെയുള്ള 2 വാക്കുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എപ്പോഴും സംസാരവും അലയടിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. മറ്റൊന്ന്, ഇദ്ദേഹം പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത PC ജോർജ് അവിടെ പറയുകയുണ്ടായി. PC ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷമില്ല എന്ന് വളരെ കൃത്യമായ നിലപാട് KCBC എടുത്തിരിക്കുകയാണ്. മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകുകയാണ്. മിഥുൻ, വളരെ കൃത്യമായി ആദ്യം ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് അവിടുത്തെ പാലാ ബിഷപ്പായിരുന്നു. ആ പാലാ ബിഷപ്പിനെതിരെ ഉയർന്ന പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ PC ജോർജ് പറഞ്ഞപ്പോൾ മീനച്ചിൽ താലൂക്കിൽ നടക്കുന്ന
ഈ ലവ് ജിഹാദിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. 400-ലധികം പെൺകുട്ടികൾ ഇങ്ങനെ ലവ് ജിഹാദിൽ പെട്ട് കുടുംബങ്ങളിൽ നിന്ന് പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. 41 കുട്ടികളെ മാത്രമാണ് തിരിച്ചു കൊണ്ടുവരാനായത് എന്ന് PC ജോർജ് ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിൽ പോലീസിൽ പരാതി നൽകുകയും KCBC PC ജോർജിന് വളരെ കൃത്യമായ പിന്തുണ ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ചോദ്യം ചെയ്തത് PC ജോർജ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ചോദ്യം ചെയ്തത് PC ജോർജിന് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. 400 കുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കണക്കുകൾ എവിടെ നിന്ന് ലഭിച്ചു, എന്താണ് ആ കണക്കിന് അടിസ്ഥാനം എന്നുള്ള ചോദ്യമാണ് ഇന്ന് PC ജോർജിനെതിരെ പരാതി നൽകിയിട്ടുള്ള വിവിധ സംഘടനകളും വിവിധ കക്ഷികളും എല്ലാം തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് ഷോൺ ജോർജ് അതിലൊരു വ്യക്തത വരുത്തുകയുണ്ടായി. 400 അല്ല 4000-ലധികം കേസുകൾ ഉണ്ട്. അത് കണക്കുകൾ പറയുകയാണെങ്കിൽ 4400 നിൽക്കില്ല എന്നുള്ള വാദമാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. ഈ വാദം അദ്ദേഹം പറയുന്നത് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടയിടത്ത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടി വന്നാൽ അത്തരത്തിലേക്ക് പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഷോൺ ജോർജ് തുടരുക. ഇപ്പോൾ കാസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെവിൻ പീറ്റർ, ഇന്നലെ PC ജോർജ് ഒരു നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും ചില പരാമർശങ്ങൾ പാലയിൽ നടത്തി. അവിടെ മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ പരാമർശമുണ്ടായത്. മീനച്ചിൽ താലൂക്കിലെ ഒരു സ്ഥിതി വിവര കണക്കുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഉടനെ അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടി എടുക്കുന്ന രീതിയിലേക്ക് ചില കേന്ദ്രങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ PC ജോർജിന് KCBC പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് കാസ ഈ സാഹചര്യത്തെ കാണുന്നത്? തീർച്ചയായിട്ടും KCBC പിന്തുണ നൽകിയ ആ കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം KCBCക്ക് സത്യം അറിയാം. മുൻപും KCBCയുടെ ജാഗ്രതാ കമ്മീഷൻ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ കേരളത്തിലെ വിവിധങ്ങളായ ഇടവക പള്ളികളിൽ നിന്നും ശേഖരിച്ച ഡേറ്റ അനുസരിച്ച് ഒരു കമ്മീഷന്റെ കണ്ടെത്തലുള്ള റിപ്പോർട്ടായിട്ട് സമർപ്പിച്ച് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളെയും ബോധവാന്മാരാക്കാനായിട്ട് എല്ലാ പള്ളികൾ തോറും ലഘുലേഖകൾ വരെ വിതരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ KCBC ഇതിനെക്കുറിച്ച് കൃത്യമായ ഡേറ്റകൾ അവരുടെ കൈകളിലുള്ള ഓരോ രൂപതകളിലെയും പള്ളികൾക്ക് കീഴിലുള്ള അതുപോലെ തന്നെ റീ അഡിക്ഷൻ സെന്ററുകൾ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഡേറ്റകളുണ്ട്. എല്ലാ പള്ളികളിലും ഇതിന്റെ ഇരയായിട്ടുള്ള ആളുകൾ ഉള്ളതാണ്. ഇപ്പൊ ഇത് സംബന്ധിച്ച ഒരു ബോധവൽക്കരണ ക്ലാസ്സിലാണ് തന്റെ സമുദായത്തിലെ കുട്ടികളോട് PC ജോർജ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം, പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സമുദായ അംഗങ്ങളായ കുട്ടികളോട് ഒരു ഉപദേശം കൊടുക്കുകയാണ് ചെയ്തത്. ആ ഉപദേശം അങ്ങനെ പോലും ഒരു ബോധവൽക്കരണ ക്ലാസ്സിൽ പോലും പങ്കെടുത്ത് 2 വാക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടെ മതമൗലികവാദികൾക്ക് കീഴ്പ്പെട്ട രാഷ്ട്രീയക്കാരുടെ ഇതാണ് നമുക്ക് കാണുന്നത്. ആരൊക്കെയാണ് ഇന്നലെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഫ്രിട്ടോണി, ജമാഅത്ത് ഇസ്ലാമിയുടെ ഫ്രിട്ടോണി, ഇപ്പം SDP അതുപോലുള്ളവരാണ്. അപ്പം ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. മതമൗലികവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ ഒരാളും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മതമൗലികവാദികളുടെ അജണ്ടയുടെ ഭാഗമാണ് PC ജോർജിന് എതിരെയുള്ള ഇത്. കാര്യം PC ജോർജിനെ ഈ വിഷയത്തിൽ നിശബ്ദനാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നിശബ്ദനാക്കാൻ സാധിക്കുന്നു. PC ജോർജ് പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. മീനച്ചിൽ താലൂക്കിൽ അദ്ദേഹം കൃത്യമായ കാലയളവൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ചിലപ്പോൾ അതിൽ കൂടുതലും ഇന്ന് പോലും ഞങ്ങൾക്ക് ലവ് ജിഹാദിനെ കുറിച്ചുള്ള കേസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും പോലീസ് സ്റ്റേഷനിൽ വരണമെന്നില്ല. 10-ൽ 1 മാത്രമേ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരികയുള്ളൂ, പരാതിയായിട്ട് വരികയുള്ളൂ. ഇതിൽ അയൽക്കാരോ ബന്ധുക്കളോ പോലും ഒതുക്കി തീർക്കാവുന്ന 10-ൽ 2 കേസുകൾ ഉണ്ടാവാം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, തെളിവ് എവിടെ, നിങ്ങൾ തെളിവ് വെക്കുമെന്ന്. എന്ത് ചെയ്യണം? ഈ മാതാപിതാക്കളുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഫോട്ടോയും മാധ്യമങ്ങൾക്ക് കൊടുക്കണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഒരാവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു പഠനം നടത്തട്ടെ. ഇവിടെ ലവ് ജിഹാദ് 2 പ്രബല സമുദായങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു. ഇവിടെ തങ്ങളുടെ മക്കളെ പെൺമക്കളെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തിക്കൊണ്ട് ആസൂത്രിതമായി മതം മാറ്റുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പം കേരളത്തിന് വെളിയിൽ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ, ജനങ്ങളോട് പ്രതിപത്തിയുള്ള സംസ്ഥാന സർക്കാർ അവിടുത്തെ പ്രതിപക്ഷങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അവിടെ നിയമം കൊണ്ടുവരുന്നു. കോടതികൾ തന്നെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അത് മുദ്രാവാക്യമായി ഇവിടെ പലർക്കും ദഹിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. വളരെയധികം നന്ദി ജനം ടിവിയോട് ഈ സാഹചര്യത്തിൽ സഹകരിച്ചതിന്. മിഥുൻ അയ്യപ്പൻ,
നേരത്തെ പറഞ്ഞതുപോലെ ലവ് ജിഹാദ് എന്ന വാക്ക് പറയുന്നവർക്കെതിരെ പോലും കേസെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. KCBC വളരെ കൃത്യമായ പിന്തുണ PC ജോർജിന് നൽകുകയും ചെയ്യുന്നു. മിഥുൻ, ശരി, PC ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശങ്ങളില്ലെന്ന് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ നിലപാടെടുത്തിരിക്കുകയാണ്. വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് മിഥുൻ അയ്യപ്പൻ നൽകിയത്.